ചേരുകയാണ്. റോഷിപാൽ, ഇന്നിപ്പോൾ നേരോ നേതാവ് അഭിമുഖത്തിൽ സണ്ണി ജോസഫ് കൃത്യമായി തന്നെ നിലപാട് പറയുന്നു. പക്ഷെ ഒരു ബൂമറാങ് പോലെ സ്വർണ്ണക്കൊള്ള തിരിച്ചടിക്കുകയാണോ UDF-ന്? ആ രീതിയിലുള്ള ആരോപണങ്ങൾ KC വേണുഗോപാലിന്റെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളിലേക്ക് എത്തുകയാണല്ലോ CPIM. സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി UDF മാറ്റുമ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് CPM പുതിയൊരു ആരോപണം ഉയർത്തുന്നത്. മന്ത്രി MB രാജേഷ് ഉന്നയിച്ച ആരോപണം 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുമ്പോൾ അന്ന് ദേവസ്വം മന്ത്രി KC വേണുഗോപാലായിരുന്നു. അതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ അരികിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണക്കൊള്ളയിലെ മറ്റ് പ്രതികളും എത്തിയത് എങ്ങനെയാണ് എന്ന് ചോദ്യമുയർത്തുന്നു. ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ പഴയതുപോലെ സ്വർണ്ണക്കൊള്ള ആരോപണം UDF ഉയർത്താത്തത് എന്നാണ് വിമർശനം. സ്വർണ്ണക്കൊള്ള ആരോപണം വീണ്ടും ഉയർത്താനുള്ള ഒരു വെല്ലുവിളി കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും LDF-ന്റെ പ്രതിരോധം. ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തും. 2004 മുതൽ 2006 വരെയുള്ള കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മന്ത്രിസഭയിലാണ് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായി പ്രവർത്തിച്ചത്. ഈ കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്ന ആക്ഷേപമുയർത്തി UDF-ന്റെ ആരോപണങ്ങളുടെ ഒടിക്കുക, ആ മുനയൊടിക്കുക എന്ന ലക്ഷ്യമാണ് LDF-നുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന്റെ പ്രധാന ആരോപണം ഈ സ്വർണ്ണക്കൊള്ളയായിരിക്കും. ഇത് പ്രധാന ആയുധം തന്നെയായിരിക്കും. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ നടത്തിയ നീക്കങ്ങൾ അത് ഈ കൊള്ളക്കാർക്ക് സഹായകരമായിരുന്നു എന്ന് തന്നെയാണ് UDF ആരോപണം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അന്നത്തെ മന്ത്രി കടകംപള്ളിയെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും പ്രതിരോധിക്കാൻ വേണ്ടി LDF ഉയർത്തുന്ന ആരോപണം അതിന് തുടക്കമിട്ട് കഴിഞ്ഞു മന്ത്രി MB രാജേഷ്. ഇനി മറ്റു നേതാക്കളും സമാനമായ ആരോപണങ്ങൾ ഉയർത്തും. വിനിത, ശരി, ഏതായാലും വലിയ രീതിയിലുള്ള ആരോപണമായി തന്നെ അത് വരികയാണ്. സ്വർണ്ണക്കൊള്ള ആരോപണം മുനയിലേക്ക് UDF ഭരണസമിതി കൂടി എത്തിയത് ആയുധമാക്കുന്നു.